ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീറ്റ്റൂട്ട് റാഗി സ്മൂത്തിയാണ്. ഇത് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ഇത് വർക്കൗട്ട് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഓഫീസുകളിൽ ജോലിക്ക് പോകുന്നവർക്കും വളരെ നല്ലതാണ്. ഇതിൽ കാൽഷ്യം ഉള്ളതിനാൽ എല്ലിൻ്റെ ബലത്തിനും വളരെ നല്ലതാണ്. മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. കൂടുതൽ അറിയാനായി ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഒരു ബൗള് വെച്ച് നമ്മൾ 1 ടേബിൾ സ്പൂണ് റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുത്ത് ഇതേമാതിരി നന്നായിട്ട് ചീയെടുത്ത് വയ്ക്കുക. ഈ ചീയി വെച്ചിരിക്കുന്ന നമ്മൾ ബീറ്റ്റൂട്ട് 1 ടേബിൾ സ്പൂണ് നമ്മൾ റാഗി പൊടി കലക്കി വെച്ചിരിക്കുന്നതിൽ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി അതിനെ കുറുക്കിയെടുക്കാം. ഇതേമാതിരി ഇളക്കിയെടുക്കാം. ഇതേമാതിരി നന്നായി ഇളക്കി ഒരുവിധം കുറുകി വരുമ്പോൾ നമുക്കത് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്, കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി ഞാനിവിടെ 1 ടീസ്പൂണ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബോണസ് ടിപ്പ് ഇതാണ് പറഞ്ഞു തരാനുള്ളത്. ഷുഗറുകാർ ഇതുണ്ടാക്കുമ്പോൾ ശർക്കര ഉപയോഗിക്കേണ്ട. ഇതിൽ നമ്മൾ ബീറ്റ്റൂട്ട് ചേർക്കാനുള്ള കാരണം ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മൾ ജാറിലേക്ക് കുതിർത്തി വെച്ച ഒരു 6 ബദാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 അണ്ടിപ്പരിപ്പും കുതിർത്തി വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി നമ്മൾ ഈ ബീറ്റ്റൂട്ടും റാഗിപ്പൊടിയും കുറുക്കി വെച്ചത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾക്കിതിൽ അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാനൊരു ടീസ്പൂണ് ശർക്കര ഇട്ട് കുറുക്കി ഇട്ടിട്ടുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇനി നമ്മൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല പോലെ ഇതേമാതിരി അടിച്ചെടുക്കണം. ഇനി അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് പംകിൻ സീഡ് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. അതേപോലെ ക്യാരറ്റ് ചെയ്ത് നമുക്കൊരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറുകപ്പട്ടപ്പൊടി നമുക്കതിലേക്ക് തൂളി കൊടുക്കാം. അടുത്ത ബോണസ് ടിപ്പ് ഇതാണ്. ബീറ്റ്റൂട്ട് ആപ്പിൾ നട്ട്സ് ഉള്ളതിനാൽ സ്കിന്നിനും വളരെ നല്ലതാണ്. പിന്നെ റാഗിയിൽ ഫൈബർ ഉള്ളതിനാൽ ദഹനത്തിനും വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെയധികം ഗുണപ്രദമായിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.